CSR ഫണ്ട് തട്ടിപ്പിൽ തിരുവനന്തപുരത്ത് കൂടുതൽ പരാതികൾ. നിയമം സ്റ്റേഷനിൽ 4 പരാതികൾ ലഭിച്ചു. ഉടൻ കേസെടുക്കുമെന്ന് നിയമം SHO അറിയിച്ചു. VS അനു ഉണ്ട് വിവരങ്ങൾ നൽകാൻ. അനു, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഓരോ നിമിഷവും പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. അതിനിടെ കൂടുതൽ ജില്ലകളിൽ നിന്ന് ഇത്തരത്തിൽ പരാതികളുമായി കൂടുതൽ പേർ രംഗത്ത് വരികയും ചെയ്യുന്നു. എന്താണ് തിരുവനന്തപുരത്തെ സാഹചര്യം? തിരുവനന്തപുരം നഗരത്തിലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വട്ടിയൂർക്കാവ് സ്റ്റേഷൻ പരിധിയിൽ സമാനമായ രീതിയിൽ ചിലർ പറ്റിക്കപ്പെട്ടതായി പറയുന്നുണ്ട്. പക്ഷേ ഈ പരാതികൾ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടില്ല. അതേസമയമാണ് തിരുവനന്തപുരം നേമം സ്റ്റേഷനിൽ നിലവിൽ 4 പരാതികൾ ഇന്നിപ്പോൾ സ്റ്റേഷനിൽ ലഭിച്ചിട്ടുള്ളത്. ഈ 4 പരാതികളിലും ഉടൻ കേസെടുക്കുമെന്നാണ് നിയമ SHO ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത്. നേരത്തെ തന്നെ വിതുര, നെടുമങ്ങാട്, പോത്തൻകോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇതിൽ അനന്തകൃഷ്ണൻ നേരിട്ട് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇത് ഒരുപക്ഷെ അനന്തകൃഷ്ണന് താഴെയുള്ള അല്ലെങ്കിൽ 2 or 3 ലെയർ താഴെയുള്ള ആളുകളായിരിക്കും ഈ തട്ടിപ്പിന് പിന്നിലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും കൂടുതൽ പരാതികൾ തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ടാകുന്നു. അത് നെടുമങ്ങാട്, പോത്തൻകോട്, വിതുര, കല്ലിയൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും സമാനമായ തട്ടിപ്പുകൾ കൂടുതലായി വരുന്നുണ്ട്. ഇന്നിപ്പോൾ നേമത്താണ് ഇപ്പോൾ 4 കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അരുണ്യ, അതെ, അതിലും തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പരാതി നൽകാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് പ്രധാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് VS അനു.